ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു UK ഡ്രീംസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. ഞാനിന്ന് പോകുന്നത് ഒരു വീക്ക്ലി ഷോപ്പിംഗ് ആണ്. അൽദിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അന്നേരം അവിടെ ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ വീക്കെൻഡ്സിൽ പോകുമ്പോൾ അവിടെ ഒത്തിരി ഓഫേഴ്സൊക്കെ ഉണ്ടാകാറുണ്ട്. അന്നേരം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇങ്ങനെ ടിന്നിലിങ്ങനെ ചോപ്പ് ചെയ്തിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. എന്നിട്ട് ഞാൻ പുതിയതായിട്ട് കണ്ടതാണ്. മുമ്പ് ബസുമതി റൈസിൻ്റെ ചെറിയതൊക്കെ ഉണ്ടായിരുന്നു അൽദിയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വലിയ 5 കിലോയുടെ വലിയ ഉണ്ടായിരുന്നു. അന്നേരം അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനമെല്ലാം വാങ്ങി. അന്നേരം നിങ്ങൾ ബില്ലിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും എത്ര എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അന്നേരം ഞാൻ ഓരോ ഐറ്റംസിനും എത്രയാണ് വില വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. കാരണം ഞാനൊക്കെ 4 ഇയേഴ്സ് മുമ്പ് വന്ന ടൈമിലുണ്ടായിരുന്ന റേറ്റുമായിട്ട് ഒത്തിരി, അതായത് സാധനങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒത്തിരി വില കൂടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇത്രയും സാധനം മേടിച്ചപ്പോൾ അതിന് വന്നിട്ടുണ്ടായിരുന്നത് 50 പൗണ്ടാണ്. ഫസ്റ്റ് ഞാൻ വാങ്ങിയത് ലൈമായിരുന്നു, 5 ഇതുള്ളത്. അതിന് 1.19 പൗണ്ടാണ് വന്നത്. ഇത് ബേബി സ്പിനാച്ചാണ്. അന്നേരം അത് അത്യാവശ്യം നല്ല അയൺ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗ്, ഇത് ഞാൻ 12 ഇത് പാക്കുള്ള, അതായത് 12 എണ്ണമുള്ള ഇതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിയ സാൽമണാണ്. ഇതിന് വന്നിട്ടുണ്ടായിരുന്നത് 2.99 പൗണ്ട്. ഇതെനിക്ക് ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ, അല്ലെങ്കിൽ നല്ല റേറ്റ് ഉണ്ട്. പിന്നെ അതും എനിക്ക് 30% ഓഫിൽ കിട്ടിയതാണ്. 2.72 പൗണ്ടായിരുന്നു അതിന് വന്നിട്ടുണ്ടായിരുന്നത്. ഓഫറിലായതുകൊണ്ടാണ് സാൽമൺ അത്രയും വില കുറച്ച് കിട്ടിയത്. പിന്നെ ഇതിന് വരുന്നത് 2.19 ആണ്. ഇതിനാണെങ്കിൽ യോഗേർട്ടാണ്. അതിൽ വാനിലയുടെയും അതേപോലെ ബനാനയുടെയും ഇത് ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവേഡ് ആയിട്ടുള്ള നല്ലതാണ്. നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് മാംഗോ ആൻഡ് പപ്പായ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവേഡ് യോഗേർട്ടാണ്. ഇതിന് വന്നേക്കുന്നത് 95 pence ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല ഇതാണ് കഴിക്കാനായിട്ട്. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബ്രസ്റ്റ് പീസ് ആയിരുന്നു. അത് 1 കിലോയുടെയാണ് വാങ്ങിയത്. അതിന് വന്നത് 6.49 പൗണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അന്നേരം അതിലിങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും, ഹോൾ ചിക്കനൊക്കെ കിട്ടും. പക്ഷെ ഞാൻ ബ്രസ്റ്റ് പീസായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കിവി, 2 കിവിക്കും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് 1.78 പൗണ്ടാണ് 4 എണ്ണമായിട്ട് 2 പാക്കറ്റിൽ. പിന്നെ ഞാനൊരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാനിങ്ങനെ അൽദിയിൽ ഇതേപോലത്തേത് ആദ്യമായിട്ടാണ് കാണുന്നത്. അന്നേരം ഈ ഒരു ബോട്ടിലിന് വന്നിട്ടുണ്ടായിരുന്നത് 4.49 ആണ്. 2000 ml വെള്ളം കൊള്ളു. അന്നേരം വർക്കിനൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം, പിന്നെ ഇവിടെ തണുപ്പ് രാജ്യത്ത് വന്നിട്ട് വെള്ളം കൂടിയൊക്കെ കുറവ്. അന്നേരം ഞാൻ കരുതിയൊരു ബോട്ടിൽ മേടിക്കാമെന്ന്. ബീൻസിന് വന്നിട്ടുണ്ടായിരുന്നത് 0.85 pence ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ബ്രൊക്കോളിക്ക് 79 pence ആണ് വന്നിട്ടുണ്ടായിരുന്നത്. 79 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 79 രൂപ കേട്ടോ. പീനട്ട്സിൻ്റെ സാൾട്ടഡ് പീനട്ടായിരുന്നു. ഇതിന് 1.35 പൗണ്ടാണ്. ഇത് അത്യാവശ്യം ഒരു 450 ഗ്രാമാണെന്ന് തോന്നുന്നു, അത്രയുണ്ട്. അന്നേരം അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട്. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബ്രെഡാണ്. വൈറ്റ് ബ്രെഡായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് 0.74 പൗണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇവിടെ ഇതിൽ എത്ര ബെസ്റ്റ് ബിഫോർ എന്നൊക്കെ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട്. അതിൽ മിൽക്കി സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാങ്ങി. പിന്നെ വാങ്ങിയത് പിങ്ക് ലേഡി ആപ്പിൾസാണ്. അതിന് വന്നിട്ടുണ്ടായിരുന്നത് 2.69 പൗണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാകുമ്പോൾ കുറച്ചും കൂടെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. അന്നേരം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അത് പിങ്ക് ലേഡിയുടെ വാങ്ങിയത്. പിന്നെ വാങ്ങിയത് കാഡ്ബറിയുടെ ഒരു ചോക്ക് എഗ്ഗാണ്. അതിന് വന്നത് 1.45 പൗണ്ടാണ്. ഇപ്പോൾ ഈസ്റ്ററൊക്കെ ആവാനായതുകൊണ്ട് ഒത്തിരി ഇതുപോലെ ചോക്ലേറ്റ്സ് കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇതാണ് ഫ്രൂട്ട് ബ്രെഡ്. അതിന് വന്നത് 1.09 പൗണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ബ്രൗൺ ബ്രെഡിലുള്ളതാണ്. നല്ല ഇതിൽ നല്ല ബട്ടറൊക്കെ തൂത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ വാങ്ങിയത് ബസുമതി റൈസാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് 5 kgയുടെ ബസുമതി റൈസ്. ഞാൻ മുമ്പ് അൽദിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചെറിയ 1 kgയുടെയൊക്കെ ആയിരുന്നു. ഇതിന് വന്നിട്ടുണ്ടായിരുന്ന റേറ്റ് എന്ന് പറയുന്നത് 6.99 പൗണ്ടാണ്. ഞാൻ ഇന്ന് മേടിച്ചതിൽ ഏറ്റവും കൂടുതൽ വില കൂടിയ സാധനം അത് തന്നെയായിരുന്നു, ബസുമതി റൈസ്.
5 kgയുടെയാണ്. പിന്നെ അതുപോലെ റെഡ് ലെൻറ്റിൽസും 2 kgയുടേതിന് വന്നിട്ടുണ്ടായിരുന്നത് 2.99 പൗണ്ടാണ്. അന്നേരം ഇത്രയും സാധനമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അന്നേരം ഇതിന് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത് 50.80 പൗണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 5000 രൂപയുടെ അടുത്തുള്ള സാധനമാണ് നമ്മൾ ഒരു ഇതിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്നേരം ഇത്രയൊക്കെയാണ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. മുമ്പൊക്കെ സാധനത്തിനൊക്കെ വിലക്കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല അത്യാവശ്യം ഗ്രോസറി ഐറ്റംസ് എന്നല്ല, എല്ലാ ഐറ്റത്തിനും ഭയങ്കര പൈസയാണ്. അന്നേരം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എല്ലാത്തിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പർച്ചേസിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഓൾ.